വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മുടെ ഡിഫറൻസിയേഷന്റെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ഇതിന്റെ തിയറി പാർട്ട് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സംതിങ് തന്നിട്ടുണ്ട്. അത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഓപ്ഷൻ എടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ആദ്യം ഓരോ ഫംഗ്ഷന്റെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അറ്റ് സീറോന്റെ കേസ് അല്ലേ, നമുക്ക് അറ്റ് സീറോയിൽ ചെക്ക് ചെയ്ത് നോക്കാം ഈ സംഭവത്തിന്. ഓക്കെ, അപ്പോ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരാ? ഡിനോമിനേറ്റർ, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്താ? -1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരാ? 1 മൈനസ് എക്സ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഓൾ സ്ക്വയർ. ഇത് ക്യാൻസൽ ആയി. അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താ കിട്ടാൻ പോണേ? 1 അതല്ലേ. അതേപോലെ തന്നെ അടുത്തതും ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ. അവിടെയും നമ്മൾ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കും. 1 അല്ല ആൻസർ കിട്ടിയത്. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും സെയിം അല്ലെ. ഹെൻസ് എന്തുണ്ട്? നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫോർ എക്സ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്നിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് തന്നേക്കാം? ലോഗ് വിത്ത് ബേസ് 12, പിന്നെ അതേപോലെ ഓഫ് ലോഗ് എക്സ് വിത്ത് ബേസ് 12 തന്നിട്ടുണ്ട് അല്ലെ. കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ശരിയല്ലേ? നമുക്ക് ഇങ്ങനെ വരുമ്പോ അതും ബേസ് വന്നിട്ട് 12 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ലോഗ് വിത്ത് ബേസ് 12 ഉള്ളിൽ കിടക്കണ ഈ സാധനല്ലേ ലോഗ് വിത്ത് ബേസ് 12 ആയിട്ടുള്ളത്, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ലോഗ് എക്സ് വിത്ത് ബേസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലോഗ് ബി വിത്ത് ബേസ് എ ആന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഗ് ബി തന്നെ ബേസ് ഇ ആക്കാം. താഴത്തെ അതേപോലെ തന്നെ ലോഗ് ഇ തന്നെ ലോഗ് എ കൊടുക്കുക വിത്ത് ബേസ് ഇ കൊടുക്കുക. അപ്പൊ അതേ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യൂ. ലോഗ് എക്സ് വിത്ത് ബേസ് ഇ വരും ഡിവൈഡഡ് ബൈ ലോഗ് 12 വിത്ത് ബേസ് ഇ വരും. ക്ലിയർ ആയില്ലേ? ഇത് ഇപ്പൊ നോക്കിയേ, ലോഗ് ഓഫ് എക്സ് ബൈ വൈ ആയിട്ടല്ലേ കിടക്കണേ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ അല്ലെ. എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിന് പകരം നമുക്ക് ലോഗ് എക്സ് വിത്ത് ബേസ് ഇ. ഓക്കെ, അപ്പൊ ലോഗ് എക്സ് മൈനസ് അടുത്ത ലോഗ് വൈക്ക് പകരം കിടക്കുന്നത് ലോഗ് 12 വിത്ത് ബേസ് ഇ. ശരിയായില്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ലോഗ് ഓഫ് വിത്ത് ബേസ് 12 അല്ലേ കിടക്കണേ. അപ്പൊ അതിന് നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്കിന് അപ്ലൈ ചെയ്യാൻ പോവാം. രണ്ടിന്റെ ബേസ് ഇ ആക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വരാത്? ലോഗ് ഓഫ് ലോഗ് ഇ ലോഗ് എക്സ് വിത്ത് ബേസ് ഇയും എന്നിട്ട് ബേസ് ആക്കി കണ്ട ഡിവൈഡഡ് ബൈ എന്താ വരാ? ലോഗ് 12ഉം വിത്ത് ബേസ് ഇയും വരും അല്ലെ. മൈനസ് ഈ സംഭവം എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഡെറിവേറ്റീവ് ഇടുക അല്ലെ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരാൻ പോകുന്നത്? നമുക്ക് ഇവിടെ ഈ 1 ബൈ ലോഗ് 12 ഒരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ ഞാൻ അത് അങ്ങനെ തന്നെ എഴുതി. 1 ബൈ ലോഗ് 12 വിത്ത് ബേസ് ഇ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. മറ്റേ ഭാഗം എന്ന് പറയുന്നത് എന്താ വരാ? ലോഗ് ഓഫ് ലോഗ് എക്സ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന ലോഗിന് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്തായിരുന്നു? അത് പുറത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ലോഗ് ആയിരുന്നു. അപ്പൊ 1 ബൈ ഇതല്ലേ നമ്മുടെ ലോഗ്, ഇതൊരു വൈ ആയിട്ട് വിചാരിക്കുക. അപ്പൊ ലോഗ് വൈ അല്ലേ. അപ്പൊ 1 ബൈ വൈ അല്ലേ ഡെറിവേറ്റീവ്. വൈക്ക് പകരം ആരാ? ലോഗ് എക്സ് വിത്ത് ബേസ് ഇ. അത് കഴിഞ്ഞു, തീർന്നിട്ടില്ല. വൈന്റെ ഡെറിവേറ്റീവ് കൊടുക്കണം എന്നാണ് ഒന്നും കൂടി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ്. ശരിയല്ലേ? എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ വന്നു? 1 ബൈ എക്സ് വരുന്നുണ്ട് നമുക്ക്, അതേപോലെ ലോഗ് എക്സ് വരുന്നുണ്ട്, ലോഗ് 12 വിത്ത് ബേസ് ഇയും വരുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിലേ ഇവിടെ നോക്കാം, ഓപ്ഷനിൽ നോക്കാം. ഈ ഓപ്ഷൻ ഉണ്ട്, ഇത് ആൻസർ ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നോക്കിയേ, ലോഗ് എക്സും ലോഗ് ഇ എക്സ് ഉള്ളത് ഓപ്ഷൻ എയിലാണ് അല്ലെ. പിന്നെ ഓപ്ഷൻ സിയിലുണ്ട്, ഓപ്ഷൻ ബിനകത്തും അല്ല ബി ഇല്ല, എയും സിയും മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കിയേ, അപ്പൊ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ലോഗ് ബി വിത്ത് ബേസ് എ ആണെങ്കിൽ എനിക്ക് ഇതിനെ 1 ബൈ തല തിരിക്കാൻ പറ്റും. അതായത് ലോഗ് എ
വിത്ത് ബേസ് ബി എന്നാക്കാൻ പറ്റും. സെയിം അതിന്റെ നേരെ തലതിരിക്കുക. അപ്പൊ നോക്കിയേ, ഈ കിടക്കുന്ന സാധനം എനിക്ക് തലതിരിച്ചൂടെ എന്ന് പറഞ്ഞാൽ ലോഗ് ഇ വിത്ത് ബേസ് 12 എന്നാക്കി കൂടെ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ അല്ല നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയണ, y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് തന്നുണ്ട് അല്ലെ. ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഇത് തന്നെയാണ് നമുക്ക്. അതായത് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. സാധാരണ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ആദ്യത്തെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ, അതായത് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരമുള്ളതിന് പകരം ഇവിടെ എക്സിന് പകരം എന്താ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഹോൾ സ്ക്വയർ കൊടുക്കാം, ശരിയല്ലേ. അപ്പൊ 1/1 പ്ലസ് എക്സ് സ്ക്വയർ പോലെ ഇൻറ്റു ഇത് 1/x പോലെ എടുക്കണേ. അപ്പൊ -1/xന് പകരം ഇതും -1/x സ്ക്വയർ ആയതിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 2x. ഇനി ഇത് ഭംഗിയാക്കി എടുക്കാൻ കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇത് വന്നിട്ട് നമുക്ക് എന്ത് വരും, 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു -1/1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു 2x. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവിഷൻ. ബാക്കിയോ -2x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ വരാൻ പോണേ, x⁴ വരും, അതുപോലെ 2x സ്ക്വയർ വരും, പിന്നെ 1 വരും, 1 + 1 അപ്പൊ 2 ആയില്ലേ. ഇത് ഏത് ഓപ്ഷനാ, -2x ഡിവൈഡ് ബൈ x⁴ 2x സ്ക്വയർ 2 എന്നത് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഠിക്കുമ്പോൾ, അതായത് പുറത്ത് ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഉള്ളിൽ എന്ത് ഉണ്ടാക്കാൻ നോക്കണം, ടാൻ ഉണ്ടാക്കാൻ നോക്കും അല്ലെ. അപ്പൊ കോട്ടെക്സ് അല്ലേ തന്നേക്കണേ. അപ്പൊ എങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കോട്ടെക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം, ടാൻ π/2 മൈനസ് എക്സ് എന്ന് എഴുതി കൂടെ. അപ്പൊ ആ ടാൻ ഇൻവേഴ്സ് ക്യാൻസൽ ആവൂലോ അവിടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, π/2 മൈനസ് എക്സ് എന്ന് കിട്ടൂ അല്ലെ. അതേപോലെ എല്ലാത്തിന്റെയും, അതായത് കോട്ട് ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം, കോട്ട് ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം, കോട്ട് π/2 മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലെ. ആ കോട്ടും ആ കോട്ട് ഇൻവേഴ്സും ക്യാൻസൽ ആയി പോയി എന്ത് കിട്ടും, π/2 മൈനസ് എക്സ് കിട്ടും. അതേപോലെ എല്ലാവരും സൈൻ ഇൻവേഴ്സ് കോസ് എക്സ്, ആ കോസ് എക്സിനെ ചേഞ്ച് ചെയ്യൂ. അങ്ങനെ എല്ലാവരും, അങ്ങനെ എത്ര π/2 മൈനസ് എക്സുകൾ ഉണ്ട്, 1 2 3 4 5 6 π/2 മൈനസ് എക്സുകൾ ഉണ്ട് അല്ലെ. 6 ഇൻറ്റു π/2 മൈനസ് എക്സുകൾ നമുക്ക് ഉണ്ടാവും അല്ലെ. കറക്റ്റ് അല്ല പറഞ്ഞത് ഇതിന്റെ. അപ്പൊ നമ്മൾ y ഈക്വൽ ടു ഇത്ര സിമ്പിൾ ആയി പരിപാടി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യല്ലേ വേണ്ടു. ഇനി ഇതെന്ന് പറയുന്നത് എന്താ, 6 ഇൻറ്റു π/2 മൈനസ് 6x അല്ലെ. ഡെറിവേറ്റീവ് എന്താ വരാ, y' എന്ന് പറയുന്നത് ഈക്വൽ ടു -6 വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരാം. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലെ നോക്കുക, അതായത് ഡി ബൈ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് സംതിങ് വിത്ത് റെസ്പെക്ട് ടു എന്ന് കണ്ടതുകൊണ്ട് പേടിക്കേണ്ട, രണ്ടുപേരും നമ്മൾ സെപ്പറേറ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു പാരാമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ കൺസെപ്റ്റ്. അതായത് അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അതേ സംഭവം തന്നെയാണ്. ആദ്യം തന്നെ വേണ്ടത് ഇതിനെ രണ്ടുപേരെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻ അറിയണം. അതായത് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുക, എക്സിന് പകരം എന്ത് ഇട്ട് കൊടുത്താൽ ബ്രാക്കറ്റിനുള്ളിൽ സൈൻ കിട്ടും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ട്രിഗണോമെട്രി ആണെന്ന് പറഞ്ഞത്. നോക്കിയേ, എക്സിന് ടാൻ തീറ്റ കൊടുക്കാന്ന് വിചാരിക്കുക. എങ്കിൽ എന്താ വരാ, സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ. അപ്പൊ നമ്മൾ എക്സിന് കൊടുത്തത് എന്താണ്, ടാൻ തീറ്റ ട്ടാ. അപ്പൊ 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇത് നോക്കിയേ, സൈൻ 2 തീറ്റ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈനും അതേപോലെ തന്നെ നമുക്കിത് ക്യാൻസൽ ആയി പോയിട്ട് 2 തീറ്റ എന്ന ആൻസർ കിട്ടൂലേ അതിന്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ എന്ന് കിട്ടി, എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പൊ അത് കിട്ടിയാൽ അവിടെ കിടക്കട്ടെ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സീക്ക് ഇൻവേഴ്സിനെ അപ്ലൈ ചെയ്യാലോ. ഈ സീക്ക് ഇൻവേഴ്സിനെ അപ്ലൈ ചെയ്യുമ്പോൾ സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1/cos അല്ലേ. അപ്പൊ നോക്കാട്ടാ, ഇവിടുത്തെ ഈ 1 ഡിവൈഡഡ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയറിൽ എക്സിന് പകരം സൈൻ ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ വരിക,
സീക്ക് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ല വരാൻ പോണേ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ കോസ് സ്ക്വയർ തീറ്റ, റൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ 1 ബൈ കോസ് തീറ്റ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്നല്ലേ കിട്ടാൻ പോണേ. 1 ബൈ കോസ് തീറ്റ എന്നിട്ട് സീക്ക് തീറ്റ അല്ലെ. ആ സീക്കും സീക്ക് ഇൻവേഴ്സും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്താ കിട്ടാൻ പോണേ, തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് അല്ലെ. ഇപ്പൊ എന്താ കിട്ടിയത് നമുക്ക്, രണ്ടുപേരും സിംപ്ലിഫൈ ചെയ്ത് കിട്ടില്ല. ഇനി ആ ചോദ്യം അനുസരിച്ച് നോക്കിയേ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്താണ് ഡി ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലെ. നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തത് വിത്ത് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ താഴത്തല്ല വരുന്നത്. അതെന്താ, സൈൻ ഇൻവേഴ്സ് ഓഫ് 2x. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അത്, 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി നോക്കി ഇത് കണ്ടു എന്ന് വെച്ചാൽ പേടിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇതിനെ മറ്റേ മോൾ ഭാഗത്തിന്, അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ സെപ്പറേറ്റ് ചെയ്യുക. ഇത് നമ്മുടെ പാരാമെട്രിക്കിന്റെ പോലെയൊക്കെ വരും കേട്ടോ. അപ്പൊ എന്ത് കിട്ടി, ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, ശരിയല്ലേ. ഡിവൈഡഡ് ബൈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരാ, 2 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. കറക്റ്റ് അല്ലേ. ഇതൊന്ന് ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞാൽ എന്താ വരാ, നമുക്ക് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വരും. ഇത് ഏതാ വരുന്നത്, ഓപ്ഷൻ ബി അല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. സിക്സ്ത് പ്രോബ്ലത്തിലേക്ക് പോവാ അല്ലെ. ഇത് നോക്കിയ സിക്സ്ത് പ്രോബ്ലത്തില് ഇവര് ഒരു ഇ റൈസ് ടു എക്സ് സ്ക്വയർ, ഇ റൈസ് ടു എക്സ് ക്യൂബ് എന്നുള്ള ഒരു സാധനം അല്ലേ. പക്ഷെ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണ, ഡെറിവേറ്റീവ് അല്ലേ. നമുക്ക് ആദ്യം ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാം അല്ലെ. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കി ഇവരൊക്കെ ഇൻഡു അല്ലെ. ഇൻഡു ആണെങ്കിൽ പവർ എന്താ സംഭവിക്കുക, അഡീഷൻ അല്ലേ സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റൈസ് ടു 4 പ്ലസ് എക്സെട്ര എന്നല്ലേ. എന്ന് പറഞ്ഞാൽ മുകളിൽ നോക്കിയേ അതൊരു ജോമെട്രിക് സീരീസ് അല്ലേ, അതും ഇൻഫൈനൈറ്റ്. എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻ എന്തായിരുന്നു, എ ബൈ 1 മൈനസ് ആർ ആയിരുന്നു അല്ലെ. ഇവിടെ ആർ എന്താ വരാൻ പോണേ, എക്സ് അല്ല വരാൻ പോണേ. എങ്കിൽ ഈ പവർ എന്ന് പറയുന്നത് ഇ റൈസ് ടു എ ഡിവൈഡഡ് ബൈ എ എന്തായിരുന്നു, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു, 1 മൈനസ് എക്സ് അല്ലെ. അപ്പോ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇത് നമുക്ക് എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പൊ നമുക്കിനി ഈ പോവാൻ വേണ്ടിട്ട് നമുക്ക് ലോഗ് എടുക്കാലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ഈ സാധനമാണെങ്കിൽ ഞാൻ രണ്ട് സൈഡ് ലോഗ് എടുക്കാം കേട്ടാ. ലോഗ് വിത്ത് ബേസ് ചെയ്യാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അവിടത്തെ പോയി കഴിയുമ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലെ. ഡെറിവേറ്റീവ് എടുക്കൂ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് അല്ലേ. അപ്പൊ ലോഗ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എഫ് ഓഫ് എക്സും വരും ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് വരും. ഇനി അപ്പത്തെ നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാലോ. എന്തായിരുന്നു, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. കറക്റ്റ് അല്ലേ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ കിട്ടിയല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിന് അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു 2x മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവര് പറഞ്ഞിരിക്കുന്നത് എഫ് ഡാഷ് അറ്റ് 1/3 കാൽക്കുലേറ്റ് ചെയ്യാനാ. അപ്പൊ ഈ പറഞ്ഞ വാല്യൂസിനൊക്കെ 1/3 ഇട്ട് കൊടുക്കൂ, എക്സിന് 1/3 ഇട്ട് കൊടുത്തു നോക്കിയേ എന്താ നമുക്ക് കിട്ടാൻ പോണേ. ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് എന്താ കിട്ടുക, 1/3 ഇട്ട് കൊടുക്കണേ. സോ 1/9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3 ദാറ്റ് ഇസ് 2/3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/9 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. എന്ന് പറഞ്ഞാൽ 1/6 അല്ലേ. അപ്പൊ ഇ റൈസ് ടു 1/6. ഓപ്ഷനിൽ എല്ലാവരും ഇ റൈസ് ടു 1/6 ആണോ. അപ്പോ ആകെ രണ്ടുപേരുള്ളൂ അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി എന്നുള്ളത് കൺഫേം ആയി. ബാക്കി അപ്പുറത്തെ ഭാഗത്തിനും എന്ത് ചെയ്യാ, 1/3 എന്ന് പറയുന്നത് വാല്യൂസ് ഇട്ട് കൊടുത്തു നോക്കിയേ. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത് 5 ഡിവൈഡഡ് ബൈ 4 ആണ്. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമുക്ക് ഏതാ വരുന്നത്, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. വളരെ ഈസിയാണ്. അതായത് നോക്കിയാൽ ടാനും ടാൻ ഇൻവേഴ്സ് അല്ല, അതങ്ങോട്ട് ക്യാൻസൽ ആയി പോയി. ബാക്കി ആരോ ഉള്ള ടാൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ. ഇത് നോക്കിയേ കോട്ട് ഇൻവേഴ്സ് അല്ലേ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന് ടാൻ ആക്കണ്ടേ. ടാൻ എങ്ങനെയാക്കാൻ, നമ്മള് ടാൻ എന്ന് പറയുമ്പോൾ അതിന് തല തിരിച്ചാലല്ലേ, സോറി കോട്ട് എന്ന് പറയുന്ന കോട്ട് ഇൻവേഴ്സിനെ തല തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാൻ കിട്ടും അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോണേ,
ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? അത് ഈസി പരിപാടിയാണ്. നിങ്ങളിപ്പോ ഇതിനെ വല്ല എ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോട്ട് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ അവിടുന്ന് ടാൻ എ എന്ന് പറയുമ്പോൾ തല വെച്ചാൽ പോരെ 1 പ്ലസ് എക്സ് സ്ക്വയർ. അങ്ങനെ കേട്ടാ. അപ്പൊ ഈ ടാനും ടാൻ ഇൻവേഴ്സ് ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് മാത്രമായി? 1 പ്ലസ് എക്സ് സ്ക്വയർ മാത്രമായി. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. ഇത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് 8ാമത്തെ പ്രോബ്ലം ആണ് അല്ലെ. നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതോ ഒരു ഫംഗ്ഷൻ അതിനെ വിത്ത് റെസ്പെക്ട് ടു എഫിന് എനിക്ക് ഏതാണെന്ന് അറിയില്ല. എഫിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 1 ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലെ. അപ്പോ ഇനി അടുത്തത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് റൈസ് ടു 4 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എഫ് അതിന്റെ ഡെറിവേറ്റീവ് അല്ലെ, എഫ് ഓഫ് എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് റൈസ് ടു 4 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതെന്താ വരാ? എക്സിന് പകരം എക്സ് റൈസ് ടു 4 കൊടുക്കുക. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അതിന് പകരം എക്സ് റൈസ് ടു 4ന്റെ സ്ക്വയർ എടുക്കുക. ശരിയല്ലേ? തീർന്നിട്ടില്ല. കോഷ്യൻ റൂൾ പ്രകാരമാണെങ്കിൽ നമ്മൾ കോഷ്യൻ റൂൾ പോട്ടെ, മറ്റേ കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പ്രകാരം എന്താ വരാറ്? എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് കൂടി വരും അല്ലെ. ദാറ്റ് ഈസ് 4x ക്യൂബ് വരും. ഇത് വരുന്നത് ഏത് ഓപ്ഷൻ ഉള്ളത്? ഇത് നമുക്ക് 4x ക്യൂബും ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 8 അല്ലേ. അത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ബിയിലല്ല വരുന്നത്. 9th പ്രോബ്ലം ആണ്. നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് പ്ലസ് 1 ബൈ സെഡ് തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ അടുത്തത് തോന്നുന്നുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. എന്താ അത്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ശരിയല്ലേ? അപ്പോ ഇതിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്ത് തന്നിരിക്കണ്? സെഡ് പ്ലസ് 1 ബൈ സെഡ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് സെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2xy. അങ്ങനെ തന്നെ നമുക്ക് തന്നിട്ടില്ല. എക്സ്പാൻഡ് ചെയ്യൂ. സെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി അല്ലേ. അപ്പൊ സെഡും 1 ബൈ സെഡ് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി 2 മാത്രം. സെഡ് സ്ക്വയർ പ്ലസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2xy. അതിനകത്ത് ആ സെഡ് സ്ക്വയറും 1 ബൈ സെഡ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയൂ. 2 ക്യാൻസൽ ചെയ്യൂ. എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് y എന്തുണ്ട്? 1 ബൈ എക്സ് ഉണ്ടല്ലോ. നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. y ഡാഷ് കണ്ടുപിടിക്കാനാണോ പറഞ്ഞേക്കണേ? അതെ. അപ്പൊ y ഡാഷ് ഒന്ന് കണ്ടുപിടിക്കൂ. y ഡാഷ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ അല്ലേ. ഡെറിവേറ്റീവ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു y ഡാഷ് എന്ന് പറയുന്നത് മൈനസ് 1 ആണ് അല്ലെ. ഓർ എക്സ് സ്ക്വയർ ഇൻറ്റു y ഡാഷ് പ്ലസ് 1 ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് 1 0 ആണ് ഇവിടെ. അതല്ലേ ചോദിച്ചേക്കണേ. പ്ലസ് 1 എത്രയാണ്? അപ്പൊ ഏതാ വരാ? 0 is the answer. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ എന്താ തന്നേക്കണേ? y റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു 3 ഓഫ് എക്സ് പ്ലസ് വൈ അല്ലെ. y റൈസ് ടു എക്സ് ഒക്കെ കണ്ട എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്? എന്ത് ടൈപ്പ് ഡിഫറൻസിയേഷൻ ആണ്? ദാറ്റ് ഈസ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. രണ്ട് സൈഡ് ലോഗ് കൊടുക്കൂ. ലോഗ് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇവിടത്തെ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ പോലെയല്ല. അപ്പൊ എൻ ലോഗ് എക്സ് ആവില്ല. ദാറ്റ് ഈസ് എക്സ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലെ. ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞ സാധാ പോലെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വരും അല്ലെ. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ വൈ അല്ലേ. ഇൻറ്റു വൈ ഡാഷ് കൊടുത്തേ പ്ലസ് ലോഗ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഈക്വൽ ടു 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1ഉം മറ്റേത് 3 ഇൻറ്റു വൈ ഡാഷ്. അപ്പൊ വൈ ഡാഷുകൾ രണ്ടുപേരുണ്ടല്ലോ. നമുക്ക് അത് രണ്ടും ഒരുമിച്ചാക്കാം അല്ലെ. എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ മൈനസ് 3 എന്നിട്ട് y ഡാഷ് ഈക്വൽ ടു 3 മൈനസ് ലോഗ് വൈ. അപ്പൊ y ഡാഷ് ഈസ് ഈക്വൽ ടു 3 മൈനസ് ലോഗ് വൈ ഡിവൈഡഡ് ബൈ അതൊന്ന് ഭംഗിയാക്കി എടുത്താൽ എന്താ വരാ? എക്സ് മൈനസ് 3y ഡിവൈഡഡ് ബൈ y അല്ലേ. അത് ഞാൻ മുകളിലേക്ക് എടുത്തു. അപ്പൊ ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? 3 മൈനസ് ലോഗ് വൈ ഇൻറ്റു വൈ വേണം. അപ്പൊ ഓപ്ഷൻ എ അല്ല നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ 10th വണ്ണില് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 11ാമത്തെയാണ് കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ്. അത് നമുക്കൊന്ന് എഴുതിയോ? കോസ് ഇൻവേഴ്സ് ഓഫ് സംതിങ് അല്ല കൊടുത്തേക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കോസ് ഇൻവേഴ്സ് പുറത്ത് കണ്ടാൽ ഉള്ളിൽ എന്താക്കാൻ നോക്കാം? കോസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് 2x സ്ക്വയർ മൈനസ് 1 അല്ലേ കിടക്കുന്നത്. എക്സിന് എന്തിട്ട് കൊടുത്താൽ ആ ഉള്ളിൽ നമുക്ക് കോസ് കിട്ടുക? അത് എക്സിന് കോസ് തീറ്റ കൊടുത്താലാണ് അല്ലെ. എക്സ് ഈക്വൽ ടു കോസ് തീറ്റ കൊടുക്കുക. അപ്പൊ എന്താ വരിക? കോസ് ഇൻവേഴ്സ് ഓഫ് 2
കോസ് സ്ക്വയർ തീറ്റ -1 അല്ലേ? അതെന്തായിരുന്നു? കോസ് 2 തീറ്റ. അപ്പൊ കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു 2 തീറ്റ എന്ന് കിട്ടിയില്ലേ? അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് നോക്കി നോക്കിയാലോ. അടുത്തതാ കോസ് ഇൻവേഴ്സ്, രണ്ട് സെയിം അതുകൊണ്ടാണ് നമുക്ക് 2 തീറ്റ അല്ലേ ഞാൻ നിർത്തിയത്. അപ്പോ കോസ് ഇൻവേഴ്സ് ഓഫ് 4x³ - 3x അല്ലെ? അതും ഇതന്നെ ഇട്ട് കൊടുത്താൽ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ എന്താ വരാ നമുക്ക്? കോസ് ഇൻവേഴ്സ് ഓഫ് 4x³ അല്ല, അത് 3 തീറ്റ അല്ലേ? എന്ന് പറഞ്ഞാൽ കോസ് 3 തീറ്റ വരും കേട്ടാ. എക്സിന് പകരം കോസ് തീറ്റ തന്നെ ഇട്ട് കൊടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു 3 തീറ്റ അല്ലേ നമുക്ക് കിട്ടാം. അപ്പൊ നമുക്ക് എന്താ ഇനി ഇവിടെ പറഞ്ഞ പ്രകാരം കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d ഓഫ് 2 തീറ്റ വരും അല്ലെ? ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ d 3 തീറ്റ. 2 തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് 2, 3 തീറ്റനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് 3 കിട്ടി. അപ്പൊ ആൻസർ എന്താണ്? 2/3 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അല്ലെ? അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. എന്തായിരുന്നു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്? അറിയോ? അത് നമ്മുടെ π/2 ആണ് കേട്ടോ. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു π/2 ആണ്. ലെഫ്റ്റ് സൈഡിന്റെ ഡെറിവേറ്റീവ് അല്ല പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ π/2ന്റെ ഡെറിവേറ്റീവ് അല്ലേ? അതെന്താ വരുന്നത്? 0 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഒരു 12 പ്രോബ്ലത്തോളം ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.